ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രഷർ റിലീഫ് വാൽവ്, പാർട്സ് ആൻഡ് ഫങ്ഷൻസ്, ട്യൂബ് ആൻഡ് പൈപ്പ് അസംബ്ലി, ഡിഫറൻസ് ബിറ്റ്വീൻ ട്യൂബ് ആൻഡ് പൈപ്പ്, ട്യൂബ് മെറ്റീരിയൽസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പൈപ്പ് ഫിറ്റിംഗ് ഇൻ ഹൈഡ്രോളിക്സ്, റിജിഡ് കണക്ഷൻസ്, ഫ്ലെക്സിബിൾ കണക്ഷൻസ്, അഡ്വാൻറ്റേജസ് ഓഫ് യൂസിംഗ് ഹോസസ്, ടൈപ്സ് ഓഫ് ഫ്ലെക്സിബിൾ ഹോസസ്, ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ, pressure and temperature withstanding capacity, types of pipe end fitting, specification of hoses, connectors, do's and don'ts in ട്യൂബ് ആൻഡ് ഹോസ് ഫിറ്റിംഗ് എന്നിവയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ്, ലീനിയർ ആക്ച്വേറ്റേഴ്സ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ, construction of a double acting cylinder, end cushioning, pressure and speed of piston, classification of cylinders, ram, mounting of cylinders, actuation by linkages, rotary actuators or hydromotors, various types of hydromotors, gear type motors, vane type motors, piston type motors, control of hydromotors, speed control of hydromotors, torque control of hydromotors, direction control of hydromotors, efficiency of hydromotors എന്നിവയാണ്. ഇതിൽ ആദ്യമായിട്ട് ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് ഓർ ലീനിയർ ആക്ച്വേറ്റേഴ്സ്. ഒരു ഹൈഡ്രോളിക് ലീനിയർ ആക്ച്വേറ്റർ അടിസ്ഥാനപരമായി ഹൈഡ്രോളിക് പ്രഷറും ഫ്ലോയും ഒരു ലീനിയർ മെക്കാനിക്കൽ മോഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സിലിണ്ടർ ആണ്. സിലിണ്ടർ പലതരത്തിലുള്ള മെക്കാനിക്കൽ ലിങ്കുകളുമായി കൂട്ടിയിണക്കി ഉണ്ടാക്കുന്ന ചലനങ്ങളെ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്ന ലീനിയറും റോട്ടറിയുമായ മോഷനുകളുടെ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഈ ക്രമീകരണങ്ങളിൽ കൂടി ഫോഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനോ കഴിയുന്നു. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ. ചിത്രം 1 കാണുന്നത് ഒരു സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ആണ്. പമ്പിൽ നിന്നുള്ള പ്രഷറൈസ്ഡ് ഓയിൽ പ്രഷർ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഓയിലിൻ്റെ പ്രഷർ പിസ്റ്റണിൽ പ്രയോഗിക്കുകയും പിസ്റ്റൺ മറ്റേ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ഫോഴ്സിനെതിരായിട്ട് ചലിക്കുന്നു. പിസ്റ്റൺ റോഡിൻ്റെ ഫ്രീ എൻഡിൽ നിന്നും ഉപയോഗപ്രദമായ വർക്ക് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് സാധ്യമാകുന്നു. ഓയിലിൻ്റെ എക്സ്പാൻഷന് ശേഷം സ്പ്രിംഗ് ടെൻഷനെ ഓയിൽ പ്രഷർ ഓവർകം ചെയ്യുന്നു. ഇപ്പോൾ ഈ പിസ്റ്റണെ സ്പ്രിംഗ് ഇടതുവശത്തേക്ക് പുഷ് ചെയ്യുന്നു. ഓയിൽ അതേ പോർട്ടിൽ കൂടി പുറന്തള്ളുന്നു. A single acting cylinder is a cylinder in which the working fluid acts on only one side of the piston. The other side of the cylinder utilizes a mechanical load, springs, compressed air, other cylinders, or the momentum of a flywheel to push the piston back in the other direction. This particular cylinder utilizes a spring on the non-fluid side. A single-acting cylinder produces linear motion in one direction. When a control valve directs fluid through the inlet port into the blind end, pressure builds up and generates a force on the piston. When the pressure buildup is large enough, the piston begins to move, extending the rod. This is called the forward stroke. When a control valve directs fluid out of the port, the fluid pressure is removed. The force of the spring pushes against the piston in the other direction, and the rod returns to the cylinder. This is called the retraction stroke. Single-acting cylinders are most often found in reciprocating engines, pumps, and hydraulic rams. അടുത്തത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ. ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിൽ ഓയിൽ പിസ്റ്റണിൻ്റെ ഇരുവശങ്ങളിൽ കൂടി പോർട്ട് എയിലേക്കും പോർട്ട് ബിയിലേക്കും സപ്ലൈ ചെയ്യുന്നു. ചിത്രം 2 നോക്കുക. പോർട്ട് ബിയിലേക്ക് ഓയിൽ സപ്ലൈ ചെയ്യുമ്പോൾ പിസ്റ്റൺ സാവധാനം ചലിക്കുന്നു. ഇത് പോർട്ട് സൈഡ് ബിയിലെ കുറഞ്ഞ ഏരിയ മൂലമാണ്. എന്തുകൊണ്ടെന്നാൽ
ഫോഴ്സ് ഏരിയയ്ക്ക് പ്രൊപ്പോർഷണലാണ്. പിസ്റ്റൺ ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്ക് ചലിക്കാൻ തുടങ്ങുമ്പോൾ പോർട്ട് എയിൽ കൂടി ഓയിൽ പ്രഷർ സപ്ലൈ ആയി വലതുവശത്ത് പ്രഷറില്ലാത്ത ഓയിൽ പോർട്ട് ബിയിൽ കൂടി പുറന്തള്ളുന്നു. അതുപോലെ തിരിച്ചും. രണ്ട് സ്ട്രോക്കുകളിലും ഒരു തുല്യ ഫോഴ്സ് ഉണ്ടായാൽ പിസ്റ്റൺ റോഡ് പിസ്റ്റൻ്റെ ഇടതുവശത്ത് സ്ഥിതി ചെയ്യുന്നു. ചിത്രം 2A-യും 2B-യും ശ്രദ്ധിക്കുക. A double-acting cylinder is a cylinder in which fluid acts on both sides of the piston. This type of cylinder can produce linear motion in two directions. A double-acting cylinder has two fluid ports, one on the blind end and one on the rod end. A directional control valve sends fluid through the blind end port while venting fluid out the rod end port back to the tank. Pressure builds up and generates a force on the piston, causing the extension stroke. When the directional control valve is shifted, it sends fluid into the rod end port, out of the blind end port, and back to the tank. Pressure builds up and generates a force on the other side of the piston, causing the retraction stroke. To determine the speed of a piston during extension and retraction, we must first determine the significant working areas. The full piston area is the side of the piston without the rod. This is the area that feels pressure as the piston extends. The next significant working area is called the net area. This area is the size of the full piston area minus the area of the rod. The net area feels pressure when the cylinder retracts. The speed at which the piston extends and retracts is calculated using the volumetric flow rate divided by the area for the incoming fluid. Since each side of the cylinder has a different working area, each side experiences a different speed. Let's assume that the volumetric flow rate is equal for each inlet. Because the rod takes up space within the cylinder, less fluid is required to fill that side. This means that the fluid can fill the rod end side more quickly than it can fill the blind end. Since the rod end side fills with fluid more quickly, the cylinder will always retract faster than it can extend. All the cylinders shown to this point have been single-ended. They have only one working rod. On special cylinders, two rods may be used. These are called double-ended cylinders. They have two rods, both attached to the piston, and each coming through an end cap. Double-ended cylinders work similarly to single-ended, but are used when a constant speed is required for both the extension and retraction strokes. Since the flow rate is the same and the piston areas are the same, the speed for extension and retraction is also the same. Due to their simple design, cylinders are used more often than any other type of actuator for industrial applications. Although their motion is linear, it can be converted to rotary motion by levers, racks, and pinions, or other means, making them one of the most versatile types of actuator. അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് എ ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ. ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിൻ്റെ ഘടന. ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിൻ്റെ ജനറൽ കൺസ്ട്രക്ഷൻ ചിത്രം 3A-യിൽ കാണിച്ചിരിക്കുന്നു. പിസ്റ്റൺ റോഡ് ഒരു ക്രോമിയം പ്ലേറ്റ് ചെയ്തതും പിസ്റ്റൺ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയതുമാണ്. സിലിണ്ടർ ഹെഡിനകം ഹോൺ ചെയ്തതും ഒരു പോർട്ടും റോഡ് ബെയറിംഗ് സപ്പോർട്ടും ഉണ്ട്. സിലിണ്ടർ ക്യാപ്പ് സിലിണ്ടറിൻ്റെ എൻഡിൽ ബ്ലോക്ക് ചെയ്ത് ടൈ റോഡുകളും നട്ടുകളും ഉപയോഗിച്ച് ഹെഡിൽ നല്ലപോലെ ചേർത്തിരിക്കുന്നു. നിശ്ചലമായ സീലുകൾ സിലിണ്ടറിനെ എയർ ടൈറ്റായി നിലനിർത്തുന്നു. വൈപ്പർ സീലുകൾ ഡസ്റ്റ് അല്ലെങ്കിൽ മറ്റ് അപദ്രവ്യങ്ങളെ ഉള്ളിൽ പ്രവേശിക്കുന്നത് തടയുന്നു. റോഡ് ബെയറിംഗ് സാധാരണ ഫാസ്റ്റനറുകൾ ഉപയോഗിച്ച് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നു.
പിസ്റ്റൺ സീൽ പിസ്റ്റണിൻ്റെ ഇരുവശങ്ങളിലേക്കും ഉള്ള ഓയിലിൻ്റെ ലീക്ക് തടയുന്നു. പിസ്റ്റൺ റിങ്ങുകൾ ഹൈ ക്വാളിറ്റി അലോയ് സ്റ്റീൽ കൊണ്ടോ കാസ്റ്റ് അയൺ കൊണ്ടോ ഉണ്ടാക്കുന്നു. ചിത്രം 3b നോക്കുക. ഹൈ പ്രഷറുകൾക്ക് വേണ്ടി കപ്പ് പാക്ക്ഡ് സീലുകൾ ഉപയോഗിക്കുന്നു. ഈ സീലുകൾ സാധാരണ റബ്ബറിൻ്റെ വിവിധ ഘടകങ്ങൾ ചേർത്തുണ്ടാക്കുന്നു. ചില സ്ഥിരമായ ടെമ്പറേച്ചർ ആപ്ലിക്കേഷന് വേണ്ടി ടെഫ്ലോൺ സീലുകൾ ഉപയോഗിക്കുന്നു. പോർട്ടുകൾ, പൈപ്പ് എൻഡുകൾ അല്ലെങ്കിൽ കണക്ടറുകൾ കണക്ട് ചെയ്യാൻ ത്രെഡ് ചെയ്തിരിക്കുന്നു. സിലിണ്ടറിനും ഹെഡിനും ഇടയ്ക്കുള്ള ലീക്കേജ് റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഓ-റിംഗ് തടയുന്നു. ചിത്രം 3b നോക്കുക. സീലിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ബെറ്റർ വ്യൂ ഫിഗർ 3bയിൽ കാണാൻ കഴിയുന്നു. അടുത്തത് എൻഡ് കുഷനിങ്. ഹൈ പ്രഷർ ഓയിൽ സ്ട്രോക്കിൻ്റെ എൻഡുകളിൽ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ എൻഡുകളിൽ വന്നിടിക്കാനിടയാക്കും. ഇത് ഒഴിവാക്കാൻ സാധാരണ എൻഡ് കുഷനിങ് ഉണ്ടാക്കുന്നു. പൊതുവായി അപ്ലൈ ചെയ്യുന്നത് സ്പ്രിങ്ങുകൾ കൊണ്ടാണ്. പക്ഷേ ഈ സ്പ്രിങ് അതിൻ്റെ യഥാർത്ഥ നീളത്തിനപ്പുറം കംപ്രസ്ഡ് ആകുമ്പോൾ ഇത് തകരാറാകാനുള്ള പ്രവണത ഉണ്ടാക്കുന്നു. ആയതിനാൽ കുഷനിങ് ഉണ്ടാക്കുന്നത് ചിത്രം 4aയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓയിൽ ഔട്ട്ലെറ്റിൽ തടസ്സമുണ്ടാക്കിയാണ്. ഈ ക്രമീകരണം ഉണ്ടാക്കിയിരിക്കുന്നത് സിലിണ്ടർ ഹെഡുകളുടെ എൻഡ് ഭാഗത്താണ്. ചിത്രം 4bയിൽ കാണിച്ചിരിക്കുന്നത് പോലെ പിസ്റ്റണിൻ്റെ മറ്റേ സൈഡിൽ ഒരു പ്ലഞ്ചർ അല്ലെങ്കിൽ കുഷനിങ് പിസ്റ്റൺ ഉണ്ടാക്കിയിരിക്കുന്നു. സിലിണ്ടർ ഹെഡിൽ ഔട്ട്ലെറ്റിൽ നിന്ന് സിലിണ്ടറിലേക്കുള്ള പാസേജിൽ ചെക്ക് വാൽവ് കണക്ട് ചെയ്തിരിക്കുന്നു. മറ്റൊരു പാസേജ് ഒരു റെസ്ട്രിക്റ്റഡ് ഓറിഫിസ് ഓയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ഓറിഫിസ് ഒരു സ്ക്രൂ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. പിസ്റ്റൺ ഇടതുവശത്തേക്ക് സഞ്ചരിച്ചാൽ പ്ലഞ്ചർ അല്ലെങ്കിൽ കുഷനിങ് പിസ്റ്റൺ ഔട്ട്ലെറ്റ് പോർട്ട് ഇയിൽ പ്രവേശിക്കുന്നു. ഇപ്പോൾ ഓയിൽ ലിമിറ്റഡ് പാസേജുകളായ സിയിൽ കൂടിയും ഓയിൽ കൂടിയും എസ്കേപ്പ് ചെയ്യാൻ കഴിയുന്നു. പക്ഷേ ചെക്ക് വാൽവ് ഒരു ബോളിൻ്റെ പ്രവർത്തനത്താൽ ഓയിൽ പാസേജ് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഓയിലിന് പാസേജ് ഓയിൽ കൂടി മാത്രം പാസ് ചെയ്യാൻ കഴിയുന്നു. ഇങ്ങനെ പിസ്റ്റണിൻ്റെ സഞ്ചാരം എൻഡുകളിൽ സാവധാനമാകുന്നു. When a double-acting actuator reaches the end of a stroke, it can be cushioned or non-cushioned. Here we see a representation of a non-cushioned actuator. A lack of cushioning limits the usage of the actuator and makes it more suitable for full-stroke slow operation. The simplest form of cushioning is fixed or buffer cushioning, usually found on small-bore light-duty cylinders. A small disc made of a softer material reduces the impact of metal on metal. Adjustable cushioning is a more sophisticated system. As the piston rod approaches the last part of its stroke, the air trapped in front slows it down. An adjustable cushion screw changes the speed in which the air is able to bleed from the cylinder, therefore altering the amount of cushioning. The cushioning screw will need periodic adjustment depending on application and usage. ACS, or Adaptive Cushioning System, is a clever approach that does not require the adjustment of a cushioning screw in 80% of applications. It self-adjusts depending on the speed of the cylinder and automatically accommodates for changes in load and wear. This won't need adjusting unless the actuator is used at very low or high speeds or with extreme loads. Like most actuators, Norgren standard cylinders are equipped with magnets, usually under a wear ring. These bands allow reed or solid-state switches on the outside of the cylinder to detect its position. അടുത്തത് പ്രഷർ ആൻഡ് സ്പീഡ് ഓഫ് പിസ്റ്റൺ. പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന പ്രഷർ ഈക്വൽസ് പ്രഷർ ഇൻ കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പിസ്റ്റൺ ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ. Speed of the piston in centimeter per minute equals 1000 into LPM by area of piston, where LPM equals liter per minute. Symbol of linear actuators. ഹൈഡ്രോളിക് സിലിണ്ടറുകൾക്ക് വേണ്ടിയുള്ള സിമ്പലുകൾ ന്യൂമാറ്റിക് സിലിണ്ടറുകളുടെ സിമ്പലുകളുമായി സാദൃശ്യമുള്ളതാണ്. സാധാരണ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളുടെ സിമ്പലുകൾ ചിത്രം 5ൽ കൊടുത്തിരിക്കുന്നു. Classification of cylinders.
രണ്ട് അടിസ്ഥാന തരത്തിലുള്ള സിലിണ്ടറുകൾ ഇവയാണ്: സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറുകൾ, ഡബിൾ ആക്ടിംഗ് സിലിണ്ടറുകൾ. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറുകൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്ലഞ്ച് ടൈപ്പ്, പിസ്റ്റൺ ടൈപ്പ്, റാം ടൈപ്പ്, ടെലസ്കോപ്പിക് ടൈപ്പ്. ഡബിൾ ആക്ടിംഗ് സിലിണ്ടറുകൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സിംഗിൾ പിസ്റ്റൺ റോഡ് ടൈപ്പ്, ഡബിൾ സൈഡഡ് പിസ്റ്റൺ റോഡ്, ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ വിത്ത് എൻഡ് കുഷനിങ്, ടെലസ്കോപ്പിക് ടൈപ്പ്, പ്രഷർ ഇൻറ്റൻസിഫയർ, ടാൻഡം സിലിണ്ടർ എന്നിവയാണ്. അടുത്ത റാം. ചിത്രം 6-ൽ കാണുന്നത് പോലെ ഇത് ഏറ്റവും സിമ്പിളായ ലീനിയർ ആക്യുവേറ്ററാണ്. ഇതിന് ഓയിലിന് വേണ്ടി ഒരു ചേംബർ മാത്രമുണ്ട്. സാധാരണ ഇത് വെർട്ടിക്കലായി ഉറപ്പിക്കുകയും റാം അതിൻ്റെ തന്നെ ഭാരത്താൽ താഴോട്ട് വരുന്നു. റാമുകൾ പ്രായോഗികമായി ലോങ് സ്ട്രോക്കുകൾക്ക് അനുയോജ്യവും എലിവേറ്ററുകൾ, ജാക്കുകൾ, ഓട്ടോമൊബൈൽ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. റാമിൻ്റെ ഡയമീറ്റർ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയതിനാൽ പിസ്റ്റൺ റോഡില്ല. റാമിന് ഗ്രാവിറ്റിയേക്കാൾ കൂടിയ നിരക്കിൽ താഴോട്ട് വരുന്നതിന് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എന്നതിൻ്റെ കാര്യത്തിലെന്ന പോലെ ഓയിൽ ടോപ്പിൽ കൂടി സപ്ലൈ ചെയ്യുന്നു. ചിത്രം 7 നോക്കുക. ഇങ്ങനെയാണെങ്കിലും റാമിൻ്റെ ഡയമീറ്റർ കുറച്ച് പുറത്തേക്ക് മാത്രം ഒരു പിസ്റ്റൺ റോഡ് പോലെ റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഒരു ഡബിൾ സൈഡഡ് അല്ലെങ്കിൽ ഡ്യുവൽ റാം ഒരു ഷിപ്പിൻ്റെ റഡർ തിരിയുന്ന ആപ്ലിക്കേഷൻ ചിത്രം 8-ൽ കാണിച്ചിരിക്കുന്നു. അടുത്തത് മൗണ്ടിങ് ഓഫ് സിലിണ്ടേഴ്സ്. സിലിണ്ടറുകൾ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ഉറപ്പിക്കുന്നത് ആഗ്രഹിക്കത്തക്ക മൂവ്മെൻറ്റ് സ്പേസ് പരിമിതികൾ, ലോഡിൻ്റെ തീവ്രത, ആക്ച്വേഷൻ്റെ ഡയറക്ഷൻ മുതലായവയ്ക്കാണ്. ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ ഉറപ്പിക്കുന്നതിൻ്റെ സാധ്യമായ മെത്തേഡുകൾ ചിത്രം 9-ൽ കാണിച്ചിരിക്കുന്നു. ആക്ച്വേഷൻ ബൈ ലിങ്കേജസ്. ലിങ്കേജുകൾ വഴിയുള്ള ആക്ച്വേഷൻ. ഒരു സിലിണ്ടറിൻ്റെ കൂടെയുള്ള മെക്കാനിക്കൽ ലിങ്കേജ് വഴി ലോഡ് കൈകാര്യം ചെയ്യുന്ന വിവിധ മെത്തേഡുകളായ ക്ലാമ്പിംഗ്, ഓക്സിലേഷൻ, ലിഫ്റ്റ്, ടിൽറ്റ്, മറ്റു തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ എന്നിവ ചിത്രം 10-ൽ കാണിച്ചിരിക്കുന്നു.
അടുത്ത റോട്ടറി ആക്ച്വേറ്റേഴ്സ് ഓർ ഹൈഡ്രോമോട്ടേഴ്സ്. ഹൈഡ്രോളിക്സിൽ ഉപയോഗിക്കുന്ന ഒരു റോട്ടറി ആക്ച്വേറ്ററായ ഇതിനെ ഹൈഡ്രോളിക് മോട്ടോർ എന്നും വിളിക്കുന്നു. ഒരു റോട്ടറി മോഷൻ ആവശ്യമുള്ളപ്പോൾ ഇത് വളരെ ഉപയോഗപ്രദമാണ്. അതായത് ഈ ഹൈഡ്രോ മോട്ടോറുകൾ വഴിയാണ് റോട്ടറി പ്രവർത്തനം നടക്കുന്നത്. ലീനിയർ ആക്ച്വേറ്ററുകൾ പോലെ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, പ്രഷർ ഓർ ടോർക്ക് റിക്വയർമെൻറ്റ് എന്നിവയാണ്. ലീനിയർ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ഭാഗങ്ങളും റോട്ടറി സർക്യൂട്ടുകളിലും ഉപയോഗിക്കുന്നു. സിലിണ്ടറുകൾ ലീനിയർ മോഷൻ ഉണ്ടാക്കുന്നു, നേരെ മറിച്ച് ഹൈഡ്രോ മോട്ടോറുകൾ റോട്ടറി മോഷൻ ഉണ്ടാക്കുന്നു. വേരിയസ് ടൈപ്സ് ഓഫ് ഹൈഡ്രോമോട്ടേഴ്സ്. ഹൈഡ്രോമോട്ടറുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അവയുടെ ഇൻറ്റേർണൽ ഡിസൈൻ്റെ അടിസ്ഥാനത്തിലാണ്. 3 തരത്തിലുള്ള ഹൈഡ്രോമോട്ടോറുകളുടെ പേരുകൾ ഇവയാണ്: ഗിയർ ടൈപ്പ്, വെയിൻ ടൈപ്പ്, പിസ്റ്റൺ ടൈപ്പ്. ഈ എല്ലാ ടൈപ്പുകളും പ്രവർത്തിക്കുന്നത് പൊതുവായ രീതിയിലാണ്. ഇവ മിക്കവാറും ഒരു ഹൈഡ്രോളിക് പമ്പിൻ്റെ കൺസ്ട്രക്ഷനുമായി താരതമ്യമുള്ളതാണ്. ഹൈഡ്രോളിക് മോട്ടോറിൻ്റെ പ്രവർത്തനം ഹൈഡ്രോളിക് പമ്പിൻ്റെ പ്രവർത്തനത്തിന് വിപരീതമാണ്. പ്രവർത്തനത്തിൻ്റെ രീതി ഒരു സിമ്പിൾ ലൈൻ സ്കെച്ചായി ചിത്രം 1 കാണിച്ചിരിക്കുന്നു. അടുത്തത് ഗിയർ ടൈപ്പ് മോട്ടോർ. ഗിയർ മോട്ടോറുകൾ വേർതിരിക്കുന്നത് ഒന്നുകിൽ ഗിയർ ഓൺ ഗിയർ മോട്ടോർ, അതായത് എക്സ്റ്റേണൽ ഗിയർ മോട്ടോർ, അല്ലെങ്കിൽ ഗിയർ ഇൻ ഗിയർ മോട്ടോർ, അതായത് ഇൻറ്റേർണൽ ഗിയർ മോട്ടോർ. ചിത്രം 2 കാണുന്നത് ഗിയർ ഓൺ ഗിയർ മോട്ടോർ. ഓയിൽ ഇൻലെറ്റ് പോർട്ടിൽ പ്രഷറോടുകൂടി പ്രവേശിച്ച് ഈ ഓയിൽ ഗിയറുകളെ ബലം പ്രയോഗിച്ച് തിരിക്കുകയും ഓയിൽ ഔട്ട്ലെറ്റിൽ കൂടി പുറത്തേക്ക് ഒഴുകുന്നു. മോട്ടോറിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്ലോ പെർ മിനിറ്റും മോട്ടോർ ടോർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓയിലിൻ്റെ പ്രഷറുമാണ്. ഈ മോട്ടോറുകൾക്ക് ഏറ്റവും കുറഞ്ഞ വോളിമെട്രിക് എഫിഷ്യൻസി ഏകദേശം 70 മുതൽ 80% വരെ ഉണ്ട്. ഓയിലിൻ്റെ പ്രഷർ ഒരു ലിവറിൽ അനുഭവപ്പെടുന്നത് പോലെ ടോർക്ക് ഉണ്ടാക്കുന്നു. ചിത്രം 3 നോക്കുക. ഇൻറ്റേർണൽ ഗിയർ മോട്ടോർ സാധാരണ ഗിയർ ടൈപ്പ് ചിത്രം 4 കാണിച്ചിരിക്കുന്നു. ഇത് വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നതും ഡിസൈനിൽ ഒതുങ്ങിയതുമാണ്. A gerotor motor has an orbital internal gear system. The main components of the gerotor motor include the stator, that is an internal gear, the rotor, which is an external gear, the drive coupling,
an output shaft, a rotary valve that is often incorporated into the output shaft, and the housing with the ports. The rotor sits offset in the cavity of the stator. An open cavity between the rotor and the stator is created by the offset of the rotor, which has one less tooth than the stator. One tooth of the rotor is always opposed to one tooth of the stator. The cavity is divided into two pressure zones by the opposing teeth. One side of these opposing teeth is high pressure and the other side is low pressure. The rotary valve ports fluid from the inlet to the high-pressure cavity between the gears. Fluid from the low-pressure cavity is ported back through the rotary valve to the outlet. Fluid enters the high-pressure cavity, and as pressure builds, the rotor tooth is forced off of the stator tooth. This causes the rotor and the rotary valve to rotate slightly. The output shaft, which is connected to the rotor by the drive coupler, also rotates slightly. Fluid on the opposite side of the cavity is forced through the rotary valve to the outlet port. As the rotor moves, the next rotor tooth and stator tooth oppose each other. The rotary valve allows fluid to enter the high-pressure cavity in its new position, and the cycle begins again. These cycles cause the rotor to orbit around the inside of the stator. For each orbit the rotor makes, the rotor rotates one tooth in relation to the stator. Since this stator has 7 teeth, it takes 7 orbits of the rotor to complete one rotation of the output shaft. This creates a 7-to-1 speed reduction and a similar multiplication of the torque output. Torque output from the motor is a result of pressure against the side of the rotor in the cavity between the rotor and the stator. The diameter and width of the rotor dictate the area available for the pressure to work against to create torque. അടുത്ത വെയിൻ ടൈപ്പ് മോട്ടേഴ്സ്. ഗിയർ മോട്ടോറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഡിസൈനിൽ വ്യത്യസ്തമാണ്. ചിത്രം 5-ൽ കാണിച്ചിരിക്കുന്നത് ഓയിൽ ഫ്ലോ വഴി വെയിൻ ഷാഫ്റ്റിൻ്റെ കൂടെ ചലിക്കുന്ന സിമ്പിൾ ലൈൻ സ്കെച്ചാണ്. വെയിൻ മോട്ടോറിൻ്റെ മുഖ്യമായ പ്രത്യേകത സ്ലൈഡിംഗ് വെയിനുകളാണ്. ഓരോ ഷാഫ്റ്റിലും ഒന്നിൽ കൂടുതൽ വെയിനുകൾ ഉണ്ടായിരിക്കും. അത് ഷാഫ്റ്റിൻ്റെ തുടർച്ചയായ റൊട്ടേഷൻ ഉണ്ടാക്കുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെയും ഓയിൽ പ്രഷറിൻ്റെയും സ്ലോട്ടുകളിലുള്ള ഈ വെയിനുകളുടെ പ്രവർത്തനത്താൽ പുറത്തേക്ക് തള്ളിവരുന്നു. ഇതിന് ഒരു ഹൈ സ്പീഡ് ഓപ്പറേറ്റിംഗ് സ്വഭാവം ഉണ്ടാകുന്നു. അടുത്തത് പിസ്റ്റൺ ടൈപ്പ് മോട്ടോർ. പിസ്റ്റൺ മോട്ടോർ അതിൻ്റെ ഘടനയിൽ നിന്നും മറ്റ് 2 ടൈപ്പുകളേക്കാൾ മൊത്തത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പിസ്റ്റൺ മോട്ടോറുകൾ 2 ടൈപ്പുകളിലുള്ളവ ഇതാണ്. ആക്സിയൽ പിസ്റ്റൺ മോട്ടോർ ചിത്രം 7 നോക്കുക. റേഡിയൽ പിസ്റ്റൺ മോട്ടോഴ്സ് ചിത്രം 8 നോക്കുക. ഈ മോട്ടോറുകൾ ഏറ്റവും വോളിമെട്രിക്കലി എഫീഷ്യൻ്റ് മോട്ടോറുകൾ. 95% വരെ എഫീഷ്യൻസി റേറ്റിംഗ് ഉണ്ട്. ഈ ടൈപ്പ് മോട്ടോറുകളുടെ പ്രവർത്തന രീതി ചിത്രം 7-ഉം 8-ഉം കാണിക്കുന്നു. ഒരു പിസ്റ്റണും ബാരൽ അസംബ്ലിയിൽ പ്രഷറോടുകൂടിയ ഓയിൽ കടന്നുപോകുമ്പോൾ ഇത് പിസ്റ്റണിനെ പുറത്തേക്ക് തള്ളുന്നു. ഈ പിസ്റ്റൺ മറ്റു പിസ്റ്റണുകളുടെ കൂടെ തിരിഞ്ഞ് റോട്ടറി മോഷൻ തുടങ്ങി റൊട്ടേഷൻ തുടർച്ചയായി നടക്കുന്നു. പിസ്റ്റൺ മോട്ടോറുകൾക്ക് ഉയർന്ന വോളിമെട്രിക് എഫിഷ്യൻസി ഉണ്ട്. This is a fixed displacement axial piston motor. The major components of this motor are the housing, port plate, valve plate, swash plate, cylinder barrel, pistons, piston shoes, shoe plate bias spring, and the output shaft. The cylinder barrel is fixed to the output shaft.
The pistons reciprocate in and out of the cylinder barrel on an axis parallel to the output shaft. A bias spring and the shoe plate hold the piston shoes against the swash plate and the barrel against the valve plate. The swash plate sits at an angle to the pistons. As pressurized fluid enters the inlet, it is fed through a kidney-shaped opening in the valve plate to the 3 or 4 pistons situated over the opening. Pressure against the end of these pistons creates force which acts at an angle to the swash plate. These pistons are pushed outward in the barrel towards the swash plate. As this happens, the piston shoes slide across the surface of the swash plate. The result is an output torque, which causes the output shaft, the pistons, and the barrel to rotate. The pistons over the outlet area are being forced into the barrel towards the valve plate. Return oil from the 3 pistons is forced through the other kidney-shaped opening of the valve plate and out the outlet port. When the flow to the motor is reversed, the inlet becomes the outlet and the outlet becomes the inlet. The motor now rotates in the opposite direction. Output speed of the fixed displacement axial motor is proportional to the input flow. Drive torque is proportional to the difference in pressure between the motor inlet and the outlet. Any internal leakage passes into the area between the rotating group and the housing. This leakage is directed from the case drain port directly back to the reservoir. അടുത്തത് കൺട്രോൾ ഓഫ് ഹൈഡ്രോമോട്ടേഴ്സ്. ഹൈഡ്രോമോട്ടറുകൾ ഫലവത്തായി പെർഫോം ചെയ്യാൻ സ്പീഡ്, ടോർക്ക്, ഡയറക്ഷൻ എന്നിവയ്ക്ക് വേണ്ടി നിയന്ത്രിക്കേണ്ടതുണ്ട്. സ്പീഡ് കൺട്രോൾ ഓഫ് ഹൈഡ്രോമോട്ടോർ. ഇത് ഹൈഡ്രോമോട്ടോറിൻ്റെ RPM കൺട്രോൾ ചെയ്യുന്നു. ഇത് സാധാരണ ചെയ്യുന്നത് ഇൻകമിംഗ് ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്താണ്. ഇത് ഹൈഡ്രോമോട്ടോറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നും വിളിക്കുന്നു. ഓയിലിൻ്റെ ഫ്ലോയുടെ നിയന്ത്രണം വിവിധ മെത്തേഡുകളിൽ ചെയ്യാൻ കഴിയുന്നത് തുടർന്നുള്ള ചാപ്റ്ററുകളിൽ വിശദീകരിക്കപ്പെടും. ഒരു ഹൈഡ്രോമോട്ടോറിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മോട്ടോറിൽ കൂടി പാസ് ചെയ്യുന്ന ഓയിലിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അടുത്തത് ടോർക്ക് കൺട്രോൾ ഓഫ് ഹൈഡ്രോമോട്ടോർ. ഒരു ഹൈഡ്രോമോട്ടോറിൽ ടോർക്ക് ലഭ്യമാകുന്നത് ഫ്ലൂയിഡ് പ്രഷറിൻ്റെ പ്രവർത്തനത്താലാണ്. അങ്ങനെ ഫ്ലൂയിഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് വഴി ഹൈഡ്രോമോട്ടോറിൻ്റെ ടോർക്കും കൺട്രോൾ ചെയ്യാം. അടുത്ത ഡയറക്ഷൻ കൺട്രോൾ ഓഫ് ഹൈഡ്രോമോട്ടോർ. ഇത് ചെയ്യുന്നത് സർക്യൂട്ടിൽ ഒരു ഡയറക്ഷൻ കൺട്രോൾ വാൽവ് ഉപയോഗിച്ചാണ്. ഇത് ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡിനോട് വളരെ സാമ്യമുള്ളതാണ്. ഹൈഡ്രോമോട്ടോറിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ഓയിലിൻ്റെ ഫ്ലോ പാത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. സ്പെസിഫിക്കേഷൻ ഓഫ് എ ഹൈഡ്രോമോട്ടോർ. ഒരു ഹൈഡ്രോമോട്ടോർ സാധാരണ ഡെസിഗ്നേറ്റ് ചെയ്യുന്നതും സ്പെസിഫൈ ചെയ്യുന്നതും ഈ ഘടകങ്ങൾ വഴിയാണ്. മാക്സിമം ടോർക്ക് റിക്വയർഡ്, മാക്സിമം RPM റിക്വയർഡ്, മാക്സിമം ഓപ്പറേറ്റിംഗ് പ്രഷർ, എഫിഷ്യൻസി. അടുത്തത് എഫിഷ്യൻസി ഓഫ് ഹൈഡ്രോമോട്ടോർ. മിക്ക സമയങ്ങളിലും ഹൈഡ്രോമോട്ടോർ കണക്കുകൂട്ടിയ പോലെ പ്രവർത്തിക്കത്തില്ല. ഇത് സൂചിപ്പിക്കുന്നത് ഹൈഡ്രോമോട്ടോറിൻ്റെ വിവിധ എഫിഷ്യൻസികൾ വഴിയാണ്. ഇവ ഈ പറയുന്നവയാണ്: വോളിമെട്രിക് എഫിഷ്യൻസി,
പ്രവർത്തന സമയത്ത് അതേ അളവ് ഓയിൽ ഒരു വർക്കും പ്രകടിപ്പിക്കാതെ വഴുതിപ്പോകുന്നു. ഇത് വോളിമെട്രിക് എഫിഷ്യൻസിയിൽ പ്രതിഫലിക്കുന്ന ഒരു വോളിമെട്രിക് ലോസ് ആണ്. വോളിമെട്രിക് എഫിഷ്യൻസി ഈക്വൽസ് തിയററ്റിക്കൽ ഫ്ലോ റേറ്റ് ബൈ ആക്ച്വൽ ഫ്ലോ റേറ്റ്. മെക്കാനിക്കൽ എഫിഷ്യൻസി പ്രവർത്തന സമയത്ത് പ്രത്യേകിച്ചും കുറഞ്ഞ RPMലും ഉയർന്ന പ്രഷർ കണ്ടീഷനുകളിലും ധാരാളം മെക്കാനിക്കൽ ലോസുകൾ ഉണ്ടാകുന്നു. ഇത് മെക്കാനിക്കൽ എഫിഷ്യൻസി വഴി ലഭിക്കുന്നു. മെക്കാനിക്കൽ എഫിഷ്യൻസി ഈക്വൽസ് ആക്ച്വൽ ടോർക്ക് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ടോർക്ക് ഇൻറ്റു 100. ഓവറോൾ എഫിഷ്യൻസി ഒരു ഹൈഡ്രോളിക് മോട്ടോറിൻ്റെ പവർ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ഇത് സ്പഷ്ടമാക്കുന്നത് വോളിമെട്രിക് എഫിഷ്യൻസിയുടെയും മെക്കാനിക്കൽ എഫിഷ്യൻസിയുടെയും പ്രോഡക്റ്റ് ആയിട്ടാണ്. ഓവറോൾ എഫിഷ്യൻസി ഈക്വൽസ് വോളിമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ 100. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ സഹായത്തോടുകൂടി പഠിക്കുക. താങ്ക് യു.